നോക്കിയേ, ഈ ട്രാക്ടർ ഇത് മെഷീൻ ഓൺ ആക്കിയിട്ട് അവിടെ വിറക് കീറുന്നുണ്ട്. അപ്പൊ അത് നോക്കാൻ നോക്കുന്ന അത് നോക്കിയാൽ വലിയ മുട്ടയാണ് ഞാൻ അടുത്ത് വെക്കാൻ പോണേ. അഞ്ഞൂറ് 2-3 നാളെ കൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് വേണേ. കണ്ടോ വിറക് കീറിനാണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മറ്റേ കത്തി കൊണ്ടും മഴയൊക്കെ വെച്ചിട്ടല്ലേ വിറക് കീറിനായിട്ടുള്ളൂ. ഇതിപ്പോൾ പുതിയൊരു മെഷീൻ വന്നിട്ടുണ്ട് ഇങ്ങനെ വിറക് കീറാനായിട്ട്. ഇനിയിപ്പോൾ അവരത് അതിൽ വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് അങ്ങനെ കീറി എടുക്കുക ചെയ്യാം. വലിയ വലിയ മുട്ടയാണേ. അത് നോക്കിയാൽ ഇങ്ങനെ നീങ്ങി വരുന്നുണ്ടോടാ. അവിടെ മൂപ്പരത് ഇങ്ങനെ കണ്ടോ 2 പീസ് വലിയ മുട്ടയാണ്. എത്ര രൂപയുടെ അത് കീറിയെടുക്കുന്നത്? ഇതാകുമ്പോ കൊറേ ആൾക്കാര് പണിക്കാര് കൊറേ ആള് വേണ്ട. ഇതേപോലെ മെഷീൻ സ്റ്റാർട്ട് ആക്കിയിട്ട് 2-3 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും. കണ്ടോ അതിപ്പോ ആ ഒരു മുട്ടി തീർന്നു. ഇനിയിപ്പോ ഒരു പീസും കൂടി ഉള്ളു കീറാന്. ഏട്ടാ നമസ്കാരം ഉണ്ട്. എന്റെ പേരെന്താ? സതീഷ്. പേര് എത്ര വർഷമായി ഇങ്ങനെ? 2 വർഷമായി. 2 വർഷമായിട്ട്. ഇപ്പൊ ഈ മെഷീൻ ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ വന്നതാണ്? അങ്ങനെ 10 വർഷം ഇറങ്ങിയിട്ട് 10 വർഷമായിട്ട്. സാധാരണ നമ്മള് വീടുകളിൽ കത്തിയോ കൊടാരിയൊക്കെ വെച്ചിട്ട് മഴയൊക്കെ വെച്ചിട്ട് അങ്ങനെ വരും. പക്ഷെ ഇതിന് 1 മണിക്കൂർ 1000-1200 ചാർജ് വരും. ഇതിപ്പോ പണിക്കാരെ കൂടുതൽ ആവശ്യമില്ല. 4 കൊണ്ട് കുറെ വീട്ട് ഹൗസിനാണ് കുറച്ച് സമയം കൂടും. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത് ചെയ്യാം. വീട്ട് ഹൗസിനെ പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് ചിലപ്പോൾ മാറ്റം വരും. പെട്ടെന്ന് ആവുകയും ചെയ്യും. വീട്ട് ഹൗസിനെ പറഞ്ഞാൽ 1 ടൺ പിറകെ 2 ടൺ പിറകെ പറഞ്ഞാൽ അതങ്ങനെ പൊളിക്കും. അധികമാകുമ്പോൾ പിന്നെ ചാർജ് കൂടുതൽ. ഇതിപ്പോ ഒരു മണിക്കൂറിൽ നമുക്ക് എങ്ങനെ? മണിക്കൂറിന് 1000-1200 ചാർജ് ഉണ്ട്. 1000-1200. കണ്ടോ ഇപ്പൊ ഞങ്ങൾക്ക് കണ്ടപ്പോ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. ഇത് കമ്പനികൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് വീട്ട് ഹൗസിനും പോയി ചെയ്യുന്നുണ്ട്. ഇവിടെ അതിന് ഹോട്ടലുകൾക്ക് പിന്നെ ഇതാകുമ്പോൾ ആൾക്കാരില്ലല്ലോ, കിട്ടാനില്ലല്ലോ. ഇപ്പൊ വെട്ടുകാർ പറഞ്ഞ കോടലി കൊണ്ടൊക്കെ ആൾക്കാരില്ലല്ലോ. അത് കാരണം ട്രാക്ടറിൽ ഘടിപ്പിച്ചിട്ട് ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റമാണ്. ഇത് ഹൈഡ്രോളിക് ഒരു 10 ടണ്ണിന്റെ 10-20 ടണ്ണിന്റെ ഹൈഡ്രോളിക് ആണിത്. പിന്നെ അതിന് 20 ടണ്ണിന്റെ വെയിറ്റ് തള്ളുന്നത്. അപ്പൊ അതിനാണ് ഇത് പൊളിയുന്നത്. അത്രയും ഹെവിയാണ്. സാധാരണ കുറച്ച് പേരൊന്നും വരില്ല. ഹാർഡല്ല. വലിയ എത്ര വലിയ മുട്ടികളും പുളിയാണെങ്കിൽ എത്ര ഹാർഡ് മുട്ടിയാണെങ്കിൽ പൊളിയും. പണിക്കാരെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ഇതേപോലെ തന്നെ മെഷീൻ വാങ്ങുക. അതാകുമ്പോ കൂടുതൽ നമുക്ക് ജോലി ഈസി ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഹോട്ടലുകളിൽ അതുപോലെ വലിയ കൂടുതലും ഇതേപോലത്തെ വലിയ മുട്ടികളൊക്കെ കീറാനൊക്കെ ഉണ്ട്. അപ്പം മഴ വെച്ചിട്ടൊന്നും റിസ്ക് എടുത്ത് പണി എടുക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ മെഷീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.